Good morning, students. Welcome to Cooperative Theory and Practice. In this session, we are continuing our discussion about Primary Cooperative Agricultural and Rural Development Banks, PCARDB. Today, we are starting with the structure of PCARDBs in India. In India, there are separate structures of credit institutions for providing short-term and medium-term credit and long-term credit to the farmers. And the structure of the cooperative credit institution for short-term and medium-term is federal in character at the village level. And there are primary agriculture cooperative banks, formerly primary agriculture credit societies, which are federated at the district level into the district central cooperative banks. These DCBs are in turn affiliated to the state cooperative banks. And nowadays, it has been turned into a two-tier structure, the primary cooperative banks and at the apex level, state cooperative banks. And all the cooperative institutions or banks follow a uniform pattern throughout the country, but the long-term cooperative credit structure is not uniform throughout the country. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പറയുന്ന ക്രെഡിറ്റ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മീൻസ് ഒരു സ്ഥാപനമാണ് PCARDB, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും യൂണിഫോം ആയിക്കൊള്ളണമെന്നില്ല, അതിൽ ചെറിയ വേരിയേഷൻസ് വരാം. ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ. ഇനി ഇൻ ജനറൽ ദ സ്ട്രക്ചറൽ പാറ്റേൺ ഓഫ് ദീസ് ബാങ്ക്സ് ഫാൾസ് ഇൻ ടു വൺ ഓർ ദി അതർ ഓഫ് ദി ഫോളോയിങ് ഫോർ കാറ്റഗറി. ഫസ്റ്റ്ലി ദ ഫെഡറൽ ടൈപ്പ് വിത്ത് സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അറ്റ് ദി ടോപ്പ് ആൻഡ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അറ്റ് ദി ബേസ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഒരു സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും അതുപോലെ പ്രൈമറി ലെവലിൽ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും, അങ്ങനെ രണ്ട് സ്ട്രക്ചറായിട്ട്. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ആൻഡ് പ്രൈമറി ലെവലിൽ രണ്ട് തലങ്ങളിലായിട്ട് മാത്രമാണ് ഈ ഒരു ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സംവിധാനം വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ദ സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അഡ്വാൻസിങ് ലോൺസ് ഡയറക്റ്റ് ടു ഇൻഡിവിജ്വൽസ് ഓപ്പറേറ്റിംഗ് ത്രൂ ബ്രാഞ്ചസ്. ഇവിടെ മെയിനായിട്ടും സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഉണ്ടായിരിക്കുക. അവരുടെ ബ്രാഞ്ചസ് ആയിട്ടാണ് മറ്റു ബാങ്കുകളൊക്കെ വരിക. അപ്പോൾ ഈ ബ്രാഞ്ചസിലൂടെ എന്ത് ചെയ്യുന്നു, ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ത്രൂ ബ്രാഞ്ചസ് ആസ് വെൽ ആസ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിന് സ്വന്തമായിട്ടുള്ള ബ്രാഞ്ചസും അതുപോലെ തന്നെ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും രണ്ടും ഒരേ സമയം ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു പാറ്റേണാണ് മൂന്നാമത്തേത്. നെക്സ്റ്റ് സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്പറേറ്റിംഗ് ത്രൂ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓഫ് ദി ഏരിയ. അതുപോലെ തന്നെ ദി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഹവർ ബീങ് റാപ്പിഡ്ലി റീപ്ലേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇപ്പോൾ ഈ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അവരുടെ ഫങ്ഷനിങ് നടത്തുന്നത്. ഇനി ഫെഡറൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു, ഒരു ടോപ്പ് ലെവലിൽ ഒരു സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും അതിൻ്റെ അണ്ടറിൽ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും വരുന്ന സ്ട്രക്ചറാണ്. ആൻഡ് ഈ ഫെഡറൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഹരിയാന, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് ഫെഡറൽ സിസ്റ്റമാണ്. കേരളത്തിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറാണ്. ഇനി ഇതിൽ തന്നെ ആന്ധ്രാപ്രദേശിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചറാണ്. അതായത് ഷോർട്ട് ടേം ക്രെഡിറ്റും മീഡിയം ടേം ക്രെഡിറ്റും അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ്സും എല്ലാം തന്നെ ഒരു സിംഗിൾ ഏജൻസി വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതറിയപ്പെടുന്നത് സിംഗിൾ വിൻഡോ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം എന്ന് ആണ്. ഓക്കെ, and in states like Tamil Nadu and Karnataka, the primary cooperative land development banks PCRDBs were established at താലൂക്ക് ആൻഡ് ബ്ലോക്ക് ലെവൽ. കേരളത്തിലും അതേപോലെ തന്നെയാണ്. എല്ലാ താലൂക്ക് ലെവലിലും അറ്റ്ലീസ്റ്റ് ഒരു താലൂക്കിൽ ഒരു PCRDB എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇൻ സം സ്റ്റേറ്റ്സ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എക്സ്റ്റെൻസ് ടു എ ഹോൾ ഡിസ്ട്രിക്ട്സ് ഓർ എ നമ്പർ ഓഫ് താലൂക്സ്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് കുറവായിട്ടുള്ള കേസിലൊക്കെ ചിലപ്പോൾ എന്താണ്, ഒരൊറ്റ ഡിസ്ട്രിക്റ്റിൽ ചിലപ്പോൾ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഒരു PCRDB, അതുപോലെ തന്നെ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെലക്ട് ചെയ്യപ്പെട്ട താലൂക്കിൽ മാത്രം ഫങ്ഷൻ ചെയ്യുന്നതുണ്ട് ചില സ്റ്റേറ്റുകളിലൊക്കെ. ഇനി in 1951 RBI considered a federal structure for long time to be the one best suited to Indian condition. ഇന്ത്യൻ കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചർ ആണെന്ന് 1951 RBI പറയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈ ഒരു 2-tier സ്ട്രക്ചറാണ് ഒരു ഫെഡറൽ സ്ട്രക്ചറിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്നുള്ളൊരു അതിനെ ഫേവർ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും അതിനെ ഫേവർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 കമ്മിറ്റിയാണ്. ഇറ്റ് ഹാസ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് എ സ്ട്രോങ് ക്യാപിറ്റൽ ബേസ് ഫോർ ദി പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. PCRDBകൾക്ക് അവരുടെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബേസ് വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തു. ആൻഡ് ദ കമ്മിറ്റി റെക്കമെൻഡഡ് സ്റ്റേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ്സ് അറ്റ് ഓൾ ലെവൽസ് ടു റൈസ് ദെയർ ബൊറോയിങ് പവർ വിച്ച് ഇസ് ലിങ്ക്ഡ് ടു ദെയർ ഓൺ ഫണ്ട്സ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യണം, എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ അവർക്ക് അതിനുള്ള ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യണമെന്നും കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു സാങ്ഷൻ ലോൺസ് ഫ്രം ദി നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ്. ലോങ് ടൈം ഓപ്പറേഷൻസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് വഴി ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ റിസർവ് ബാങ്ക് തുടങ്ങി. ഫ്രം ദി ഇയർ 1969 to 70 onwards, 1969-70 തുടങ്ങി ഇത്തരത്തിലുള്ള അസിസ്റ്റൻസ് RBI പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. And so the All India Rural Credit Survey Committee stated that a strong central and primary land mortgage banks are one of the foremost needs of the country's agriculture development today. ഒരു രാജ്യത്തിൻ്റെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള സെൻട്രൽ തലത്തിലും അതുപോലെ തന്നെ പ്രൈമറി തലത്തിലും പ്രവർത്തിക്കുന്ന ലാൻഡ് മോർഗേജ് ബാങ്ക്സിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ അത്യാവശ്യമാണെന്ന് കമ്മിറ്റി സജസ്റ്റ് ചെയ്യുണ്ടായി. അതുപോലെ തന്നെ the RBI formulated a scheme of rural debentures with a view to mobilizing rural savings in 1957. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് RBI റൂറൽ ഡിബഞ്ചർ സ്കീം മൊബിലൈസേഷൻ, ഫണ്ട് മൊബിലൈസേഷൻ അല്ലെങ്കിൽ റൂറൽ സേവിങ്സ് മൊബിലൈസേഷന് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം ഫോർമുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ദ കമ്മിറ്റി ഗ്രാഫിക് കാർഡ് കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ ദി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്സ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ ബി ശിവരാമൻ കമ്മിറ്റി എന്ന് ഈ കമ്മിറ്റി അറിയപ്പെടുന്നുണ്ട്. ഗ്രാഫിക് കാർഡ് കമ്മിറ്റി ഓർ ശിവരാമൻ കമ്മിറ്റി. അവരുടെ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഒരു നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നെബാർഡ്. ഈ നെബാർഡിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അവർ റെക്കമെൻഡ് ചെയ്ത സജഷൻ എന്ന് പറയുന്നത് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ദി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ACDയും അതുപോലെ തന്നെ ARDCയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നെബാർഡിൻ്റെ രൂപീകരണം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് വേണമെന്ന് ഈ ശിവരാമൻ കമ്മിറ്റി അഥവാ ഗ്രാഫിക് കാർഡ് സജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നെബാർഡ് ഹാസ് ബീൻ സെറ്റപ്പ് ഫ്രം 12 ജൂലൈ 1982. 1982 നെബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഈ നെബാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസിങ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ PCRDBs. അപ്പോൾ PCRDBs വഴി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
സോഴ്സാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ. ആൻഡ് ദ ഹസാരി കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അങ്ങനെ ഇത് രണ്ടായിട്ടാണല്ലോ കിടക്കുന്നത്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ഒരു ഘട്ടവും അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റീസ് വേറൊരു സ്ട്രക്ചറായിട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ഈ ഹസാരി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുണ്ടായി. And after that, RBI had approved a fixed deposit scheme to enable land development banks to mobilize public savings to increase their working capital base in 1971. 1971 RBI ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എല്ലാ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കും അവരുടെ പബ്ലിക് സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം തുടങ്ങാമെന്ന് RBI അപ്രൂവ് ചെയ്യുകയുണ്ടായി. And the land development banks being assigned the role of financing rural housing by Government of India in 1988 and with the establishment of National Housing Bank in the same year. അപ്പോൾ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് RBI ഒരു പുതിയ സ്കീം തുടങ്ങുകയാണ്. ഫിനാൻസിങ് ദി റൂറൽ ഹൗസിംഗ്. റൂറൽ ഏരിയയിൽ ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1988 നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. RBIയുമായിട്ട് ചേർന്നിട്ട്, RBIയുമായിട്ടല്ല, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സുമായിട്ട് ചേർന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1988 നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. And All India Rural Credit Survey Committee emphasized the lending policy of land development banks in favor of loans for productive purposes. ഈ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരുപാട് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പ്രൊഡക്റ്റീവ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ലോൺസ് കൂടി കൊടുക്കുന്നതിന് ഊന്നൽ നൽകണമെന്നവർ റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ after that, a first primary land mortgage bank at Madras State was established at Kanchipuram 1925. ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1925 മദ്രാസിലായിരുന്നു. ആൻഡ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നബാർഡ് ഫോം ചെയ്ത് 1982 പറഞ്ഞു. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ മെനി സ്റ്റേറ്റ്സ് ആർ കോൾഡ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ നബാർഡിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ശേഷമാണ് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളൊക്കെ എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത്? കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അത് പ്രൈമറി തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇവരെല്ലാം PCRDBസിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് നബാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഫങ്ഷനിങ് എല്ലാം നടക്കുന്നത്. ഓക്കെ.